പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് കെ.സി. വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന നവയുഗ യാത്ര നാളെ പുതുയുഗ യാത്ര നാളെ കാസർഗോഡ് ആരംഭിക്കുക. കുമ്പളയിൽ നിന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP ആണ് പുതുയുഗ യാത്ര ഉദ്ഘാടനം ചെയ്തത്. UDFന്റെ മുഴുവൻ നേതാക്കന്മാരും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള തങ്ങൾ ഉൾപ്പെടെയുള്ള UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അണിനിരക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിലെ ഒരുക്കങ്ങളെല്ലാം കാസർഗോഡ് ജില്ലാ UDF നേതൃത്വം നന്നായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകും. പുതുയുഗ യാത്രയിലെ എന്താണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്? അതെ, ഇന്നത്തെ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പ്രകടമായ ജനവികാരം, അതിനെല്ലാം ബദലായിട്ടുള്ള പുതുയുഗം, അതിനെല്ലാം ബദലായിട്ടുള്ള പരിപാടികൾ കൂടി ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളെ അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടുമുള്ള ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്ര തന്നെയാണ്. ശബരിമല സ്വർണ്ണപ്പോൾ ഒരു പ്രധാന ചർച്ചാ വിഷയം. ശബരിമല വളരെ സജീവ ചർച്ചാ വിഷയം തന്നെയാണ്. നിയമസഭയിൽ അത് ആളിക്കത്തിയിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചയ്ക്കൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. അത് പുരോഗമിക്കുക നടന്നുകൊണ്ടിരിക്കുക. അതെ, ഞങ്ങൾ ഒറ്റ യാത്ര എല്ലാവരും ഒന്നിച്ച അവര് പല അവരതെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ട ടീമാണ്, വിഭജിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും തീരുമാനിച്ചില്ല. കോൺഗ്രസ് നേതൃത്വം ഈ ഇലക്ഷനിൽ സിറ്റിംഗ് MLA എല്ലാവരും മത്സരിക്കും. അത് തീരുമാനിച്ചിട്ടില്ല. പാർട്ടി ഹൈക്കമാൻഡ് ആലോചിച്ച് തീരുമാനിക്കും. ഈ ചില സീറ്റുകളൊക്കെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സീറ്റുകൾ കോൺഗ്രസും മറ്റു ഘടകകക്ഷികളും അതൊക്കെ എല്ലാ കാര്യങ്ങളും അല്ല, സീറ്റ് ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല. വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുന്നു. ഇല്ല, ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അതെ, തിരുവനന്തപുരത്തെ രക്തസാക്ഷി കുടുംബ അംഗങ്ങൾ കോൺഗ്രസിൽ ചേരുന്നു എന്നറിയുന്നതിനുള്ള വലിയ സന്തോഷം അവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുക.